ഹായ് ഫ്രണ്ട്സ്, കണ്ണൂസ്കിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒത്തിരി നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് വീഡിയോസൊക്കെ തൽക്കാലത്തേക്കൊന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്, ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് സ്ത്രീകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, ഇറഗുലർ പീരിയഡ്സ്. അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ഗ്രാമ്പൂ എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, കറയാമ്പൂ എന്നും പറയും. അതുപോലെ ഓരോരോ നാടുകളിലും ഓരോരോ പേരിൽ അറിയപ്പെടുന്ന ഗ്രാമ്പൂ വെള്ളത്തിൻ്റെ ഒരു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് ഇറഗുലർ പീരിയഡ്സ് അനുഭവിക്കുന്ന സ്ത്രീകളിലും അതുപോലെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും പോസിറ്റീവ് റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു 28th സൈക്കിളൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അല്ലേ അടുത്തൊരു പീരീഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നോർമൽ സൈക്കിളിൽ. അപ്പോൾ ഇറഗുലർ പീരീഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ 28 ഡേയ്സ് കഴിഞ്ഞാലും പീരീഡ്സ് ആവാതിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പീരീഡ് ആകുന്നതിൻ്റെ സെക്കൻഡ് ഡേ മുതൽ ഒരു 21 ഡേയ്സ് വരെ നമ്മൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. അതായത് നമ്മൾ രാവിലെ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. അതിലേക്ക് 1-2 ഗ്രാമ്പു, അതിൽ കൂടരുത്, 1-2 ഗ്രാമ്പു മാത്രം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അത് ഒരു ഗ്ലാസ്സാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു ഗ്ലാസ് ചെറു ചൂടോടെ തന്നെ നമ്മൾ കുടിക്കണം. ഇപ്പോൾ 2 ഗ്ലാസ്സിന് പകരം നിങ്ങൾക്ക് 4 ഗ്ലാസ്സാണ് എടുക്കാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് 2 നേരത്തേക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ ഒരിക്കലും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പം അതിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കുടിച്ചത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇറഗുലർ പീരീഡ്സ് നേരിടുന്ന സ്ത്രീകളാകട്ടെ, ആർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ പോലും എന്താ പറയുന്നത്, ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലെഗ് ഡിസീസിനും പിന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ളവർക്കും അതുപോലെ നമ്മളെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഒരു ഹെൽത്തി സ്റ്റൊമക്കിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഡ്രിങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഡ്രിങ്ക് കുടിക്കുന്നത് വഴി നമുക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാകാനായിട്ടും ഒത്തിരി സഹായിക്കുന്നതാണ് ഇത്. പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാവുമ്പോഴത്തേക്കും ഒരു ഓവുലേഷൻ ടൈം വരെ മാത്രമേ നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽഡായി പോകാനായിട്ടുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾ ഈ ഒരു രീതിയിൽ വേണം കുടിക്കാനായിട്ട്. 2 നേരവും കുടിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഒരു ഡ്രിങ്ക് വളരെയധികം ഗുണം നൽകുന്നതാണ്. അപ്പോൾ ഇറഗുലർ പീരിയഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിലും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.